സുഹൃത്തുക്കളെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MRC വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് കൊടിക്കുന്ന് ഭാഗത്താണ്. അപ്പോൾ നമ്മൾ നാടപറമ്പിൽ നിന്ന് വരുമ്പോൾ ആ പാലത്തിൻ്റെ അടിയിലൂടെ വരുന്നൊരു വഴിയാണ് ഇട്ടത്. ഇവിടെ മീനാട് വിനായകൻ, അതാണ് ഇവരുടെ ആന. പിന്നെ കുറച്ച് അപ്പുറത്തോട്ട് ചെന്നപ്പോൾ ആമ്പാടി ബാലൻ ലോറിയിൽ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആമ്പാടി ബാലൻ അവിടെ ഇറക്കുന്നുണ്ടോ എന്ന് നോക്കട്ടെ. ലോറിയിൽ നിന്ന് ഇറങ്ങുന്നത് കാണാൻ നല്ല രസമാട്ടെ. ഈ ആനകൾ നല്ല കറുപ്പുണ്ട്. പിന്നെ ആമ്പാടി ബാലനാണ്, അമ്പാടി അല്ല ആമ്പാടി. ഞാൻ കാണിച്ചറിയാൻ ഉണ്ട്, ആമ്പാടി ബാലൻ. പിന്നെ ഇതാ പുതുപ്പള്ളി സാധു ആണ് ഈ പോകുന്നത് തോന്നുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് പോയോണ്ട് എനിക്ക് കണ്ടില്ല. പിന്നെ വെള്ളിയാങ്കല്ല് ഭാഗത്തേക്ക് ചെന്നപ്പോൾ അവിടെ പുഴയിലോട്ട് രണ്ട് ആനകളെ ഇറക്കി കൊണ്ടുപോകുന്നുണ്ട്. ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ഏതാണെന്ന് മനസ്സിലായില്ല. പിന്നെ ഞാൻ അവിടെ അടുത്ത് നിന്ന് ചോദിച്ചപ്പോൾ ഒന്ന് ചിറക്കൽ കാളിദാസനാണ് ആ മുന്നിൽ പോകുന്നത് കേട്ടാ. ഈ പുറകിലുള്ളത് തിരുവമ്പാടി ചന്ദ്രശേഖരനാണ്. വെള്ളത്തിൽ ഇറങ്ങിയതും അപ്പിട്ടിട്ടാ. ചന്ദ്രശേഖരൻ അപ്പിട്ടുകൊണ്ടിരിക്കുകയാണ്. നല്ല ഒന്ന് മൂത്രം ഒഴിക്കുകയും ചെയ്ത് ഇനി അടിപൊളി കുളി പാസ്സാക്കുക. ചിറക്കൽ കാളിദാസ് അവിടെ കടന്നു. അയ്യവ, ഏതാ കടത്തം നോക്ക്. എൻ്റെ മോനെ, എന്നെ ഒന്ന് കുളിപ്പിക്കടാ വേഗം, ഒരക്കിനടാ. ഇപ്പുറത്ത് നമ്മുടെ തിരുവമ്പാടി ചന്ദ്രശേഖരൻ എന്നാടാ കാട്ടുന്നേ, കടക്കടാ അങ്ങോട്ട്. അതാ എൻ്റെ മോനെ കിടന്നു കുറച്ചുകൂടെ നോക്കിക്കാതെ, നല്ല വെയിലാണ്. അപ്പം രണ്ട് ആനകളെയും ഇവിടെ തകർത്ത് കുളിപ്പിക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇവിടെ സുഖമാണ്. ഇതിലൂടെ വരുമ്പോൾ ഈ പുഴയിലോട്ട് ഇറങ്ങിയാൽ മതി. ഇത് വെള്ളിയാങ്കല്ല് പുഴയാണ്. ഇവിടുന്നാണ്ട് കഴിഞ്ഞാലാണ് ഈ ചിറങ്കര പൂരമുള്ള അമ്പലം കേട്ടോ. പിന്നെ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു. അവിടെ കുളിപ്പിക്കൽ കയ്യോളം നിന്ന പ്രശ്നമാണ്. അപ്പം ഞാനിതാ കുറച്ച് ഇങ്ങോട്ട് തന്നെ വന്നപ്പോൾ പുതുപ്പള്ളി സാധുവിനെ ഇവിടെ സൈഡാക്കിയിട്ടുണ്ട് കേട്ടോ. സാധുവിനെ അവിടെ ഇറക്കുന്നുണ്ടോ എന്ന് നോക്കാം. അവിടെ ഇറക്കുന്നില്ല. കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ ഇതാ വന്നു മോനെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. അവനെ ഇവിടെ ഇറക്കുന്നൊരു സീനാണ് മക്കളെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവനെ മുന്നോട്ട് കൊണ്ടുപോകണം. അവനെ പരുതൂർ ഒരു ദേശമുണ്ട് കേട്ടോ, അങ്ങോട്ടാണ് ആനനെ എടുത്തിട്ടുള്ളത്. അവൻ്റെ സൈഡിലുണ്ടല്ലേ ഒരു മുഴ പോലെ വന്നിട്ടുണ്ട് അല്ലേ. ഈ ആനക്ക് വലിയൊരു സുഖമില്ലാത്ത പോലെയാണ് തെച്ചിക്കോട്ടുകാവിന്. നമ്മുടെ പുതുപ്പള്ളി സാധു ഈ ഗ്രൗണ്ടിൽ കൊടിക്കുന്നുണ്ടത്. ഇവിടെ ഒരു ചെറിയ ഗ്രൗണ്ട് ഉണ്ട്, അങ്ങോട്ട് റിവേഴ്സ് എടുത്തിട്ട് ഇവിടെ ഇറക്കാനുള്ള പരിപാടിയാണ് അവനെ. റോട്ടിൽ നല്ല ബ്ലോക്കാണ്. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനൊക്കെ അവിടെ ഇറക്കിയത് കേട്ടോ, നല്ലോണം ബ്ലോക്കായി. അപ്പോൾ ആനനെ ഇവിടെ ഇറക്കാനുള്ള പരിപാടിയാണ്. പുതുപ്പള്ളി സാധു, പുതുപ്പള്ളി കേശവൻ, പുതുപ്പള്ളി സാധു ഒക്കെ ഒരു ആളെ ആന കേട്ടോ. അങ്ങനെ അവന്മാരിതാ ബാക്ക് ഡോറൊക്കെ തുറന്ന് സെറ്റായിട്ടുണ്ട്. ഇപ്പം ഈ ആനകൾക്ക് ഈ ലോറിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ നല്ല പേടിയുണ്ട് കേട്ടോ. അപ്പിട്ടോപ്പതിന് നല്ലോണം പേടിയുണ്ട്. ഇത് തെച്ചിക്കോടായാലും പാമ്പാടി ആയാലും ഒക്കെ ഭയങ്കര, അവർ അടി തെറ്റിയാൽ ആനയും വീഴുമെന്ന് കേട്ടിട്ടില്ല. അതേപോലെ അവർ ശ്രദ്ധിച്ചിറങ്ങണം, വീണ് കഴിഞ്ഞാൽ പണിയാണ്. എവിടെ അതൊന്നും ഉണ്ടാകാതിരിക്കട്ടെ. ഇന്നെങ്ങാനും ഇറക്കുമോ മക്കളെ? ആൾക്കാർ ഇതവിടെ ഇങ്ങനെ കൂടിയിരിക്കുന്നുണ്ട് കേട്ടോ. ഇതിനെ ഇറക്കുന്നത് കാണാനുള്ള ജനങ്ങളാണ് ഈ നിൽക്കുന്നത്. പിന്നെ കമ്മിറ്റിക്കാരുണ്ട്. അപ്പോഴത്തെ മക്കളെ ഇറങ്ങുകയാണ്. പുതുപ്പള്ളി സാധു നമ്മളെ കൊടിക്കുന്നിൻ്റെ മണ്ണിലോട്ട് ഇറങ്ങി കഴിഞ്ഞു. അയ്യവാ, ഏതാ ഇറങ്ങൽ നോക്കിയേ. ഇങ്ങോട്ട് വെച്ചുകൂട് കൈ. എന്താണ് മോനെ കണ്ട ഇറങ്ങിക്കഴിഞ്ഞ്. ഈ കറുപ്പിട്ട് നിൽക്കുന്ന ചെക്കൻ കമ്മിറ്റി, ആനയുടെ കമ്മിറ്റിയെന്ന് തോന്നുന്നുണ്ട്. ആനയുടെ ഇറക്കിയ ടീമുണ്ടാവില്ല ദേശം. അങ്ങനെ ആനക്ക് പൂക്കളൊക്കെ അർപ്പിച്ചിട്ട് ഇനി ഇവരുടെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ കേട്ടോ. ഇനി കൊടിക്കുന്ന് സെൻറ്ററിലൂടെയാണ് കൊണ്ടുപോവുക. അപ്പോൾ അതിൻ്റെ കുറച്ച് മുന്നിലായിട്ട് ഒരു കാള പോകുന്നുണ്ട് കേട്ടോ. അതിൻ്റെ തൊട്ട് പുറകിലായിട്ട് പുതുപ്പള്ളി സാധു പോകുന്നുണ്ട്. ഇനി അവരുടെ ദേശത്തേക്ക് എത്തിക്കും. അവിടുന്ന് ഇനി കുളിപ്പിക്കലും നനപ്പിക്കലൊക്കെ ഉണ്ടാവും. ഇത് നല്ല ബ്ലോക്കാണ് കേട്ടോ. ഈ സെൻറ്ററിൽ, കൊടിക്കുന്ന് സെൻറ്ററിൽ ഈ ആന വന്നിറങ്ങിയ മുതൽ ഫുൾ ബ്ലോക്കാട്ടാ.
ഇത് നമ്മുടെ കടയ്ക്കച്ചാൽ ഗണേശനാണ് കേട്ടോ. അവനെവിടെ ഇറക്കാനുള്ള തന്ത്രപ്പാടിയാണ്. ഇവിടെ ബ്ലോക്ക് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, നല്ല ബ്ലോക്ക് ആയിട്ടുണ്ട് റോഡ്. ഈ റോഡ് പിന്നെ വീതി വളരെ കുറവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇറക്കുള്ള പരിപാടി തെച്ചിക്കോടൻ ദേവിദാസനാണ് ഈ വന്നിട്ടുള്ളത്. നല്ല കറുപ്പിനഴക്, അടിപൊളി ആന കേട്ടോ. നമ്മളെ പാമ്പാടി രാജൻ്റെ ഒക്കെ പോലെയാണ് തെച്ചിക്കോടൻ ദേവിദാസൻ. കറുപ്പ് എന്ന് പറഞ്ഞാൽ വേണ്ടില്ല, നമ്മളിപ്പോൾ ഫോണിലെടുക്കുമ്പോൾ അത്ര ക്ലിയർ ആയി കിട്ടില്ല അവനെ, കാരണം ഫുൾ കറുപ്പാണ് ആള്. അതാണ് ഇവൻ്റെ ഭംഗിട്ടാ. സംഭവം സെറ്റാനാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തെച്ചിക്കോടൻ ദേവിദാസൻ, അടിപൊളി. അങ്ങനെ നമ്മുടെ കടയ്ക്കച്ചാൽ ഗണേശനെ ഇവിടെ ഇറക്കുന്ന രംഗം നിങ്ങളിപ്പോൾ കാണും. ഇവനെയും ഇറക്കുന്നത് എടുക്കണമെന്നുണ്ട്, പക്ഷേ ഏതപ്പോൾ ചെയ്യാം. നമുക്ക് കടയ്ക്കച്ചാലിനെ ഇവിടെ ആദ്യം ഇറക്കുന്നുണ്ടാവും, നോക്കി നോക്കാം. അപ്പോൾ കടയ്ക്കച്ചാൽ ഗണേശ ഇറങ്ങുക കേട്ടോ. ഇവനൊരു കൊമ്പ് എക്സ്ട്രാ വെച്ചാന്ന് എനിക്ക് തോന്നുന്നത്. ആനയാണ് ഇത് കടയ്ക്കച്ചാൽ ഗണേശൻ എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇവനൊരു തെച്ചിക്കോട്ടുകാർ രാമചന്ദ്രൻ്റെ ഡൂപ്പാണ്. ഡൂപ്പ് എന്നല്ല, അതിൻ്റെ അപരൻ കണ്ടോ. അതേ ഒരു മുഖമാണ് കടയ്ക്കച്ചാൽ ഗണേശനുള്ളത്, കറക്റ്റാണ്. കണ്ടില്ലേ, അയവ സംഭവർക്ക് സൂപ്പർ. അതുകൊണ്ട് ഇങ്ങനെ മുന്നിലേക്ക് ആനകൾ ഇറക്കുക നല്ല കേട്ടാ. പുറകിലോട്ട് ഇറക്കുമ്പോൾ ആനകൾക്കൊരു കൺട്രോൾ കിട്ടാത്ത പോലെ എനിക്ക് തോന്നുന്നുണ്ട്. കടയ്ക്കച്ചാൽ ഗണേശനാണ് ഈ ഇറങ്ങിയത്. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ്റെ അപരൻ എന്നറിയപ്പെടുവൻ. ഇത് നമ്മുടെ തെച്ചിക്കോടൻ ദേവിദാസൻ ഉണ്ടോ, നല്ല കറുപ്പാണ്. ഇവനെ പരിദൂർക്ക് കൊണ്ടുപോകാം കേട്ടോ. ഇനി ഇവിടെ കുറച്ച് നേരം നിർത്തുന്നുണ്ട്, അപ്പോൾ ഒന്നുകൂടെ സെറ്റാക്കി എടുക്കാം. കണ്ടില്ല എന്താ അഴകില്ലേ, കറുപ്പിനഴക്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് അവൻ്റെ പൊന്നാടി ഇതൊക്കെ അണിയിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാം കേട്ടോ. ഇവനെ കൊണ്ടുപോയത് ഇത് പുതുപ്പള്ളി സാധുവാണ്. അവനെ ഇതൊരു വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. അവിടുന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് ഇനി ഇവനെ കുളിപ്പിക്കാൻ കൊണ്ടുവന്ന് എനിക്ക് തോന്നുന്നത്. ഈ അടിപൊളി ആയിക്കോട്ടെ. ഈ ആനകൾ എങ്ങനെ കാണാനാണ് കേട്ടോ നല്ല ചന്തം. നെറ്റിപ്പട്ടം തിടമ്പൊക്കെ വെക്കുമ്പോൾ നമുക്ക് ആനകളെ പെട്ടെന്ന് കൺഫ്യൂഷനാവും, ഏതെന്നറിയില്ല. ഇത് സംഭവം സെറ്റപ്പാണ്. പിന്നെ ഞാൻ നേരെ ശ്രീ വിഷ്ണു ക്ഷേത്രം ഉണ്ടോ, ഇത് ചിറങ്ങര അമ്പലം വിഷ്ണു ക്ഷേത്രമാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് ചുറ്റുപാടുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് ഒപ്പിയെടുത്ത്, കാരണം ഇത് ഏതാണ് അമ്പലം എവിടെയും പൂരം അറിയണമല്ലോ. അപ്പോൾ ഇന്നത്തെ ഈ വ്ളോഗിൽ ഉണ്ടാവുക അധികം ആനകളെ രാവിലെ വന്നിറക്കിയ കാഴ്ചകളാണ് കേട്ടോ. പൂരം കാഴ്ചകൾ ഞാൻ വല്ലാതെ എടുക്കുന്നില്ല, കാരണം ആനകളെ എടുത്തിട്ട് വേണം എനിക്ക് പോവാൻ. 5:30 വരെ എനിക്കിവിടെ അലോട്ടുള്ളൂ. ഇത് അവിടുത്തെ ഒരു കുളം കേട്ടോ, താമര ഉണ്ട് കേട്ടോ ഇതിൽ നല്ലോണം. പിന്നെ അതിന് മുന്നിൽ വലിയൊരു കുളം ഉണ്ട്. ഇത് അമ്പലത്തിൻ്റെ മുൻവശം കേട്ടോ. ഇവിടെ ആളുകൾ എത്തിത്തുടങ്ങുന്നുള്ളൂ. ഇത് നട്ടുച്ച നേരമാണ്. ഇവിടെ ഞാൻ വന്നപ്പോൾ ഇവിടെ ആളുകൾ ഇങ്ങനെ തൊഴുത് പോകുന്നുണ്ട്. കുറച്ച് ആളുകളൊക്കെ അപ്പം ഉണ്ടായിരുന്നു പരിസര പ്രദേശങ്ങളിലെ അമ്പലത്തിൻ്റെ. ഇത് ഇവിടെ ഒന്ന് എടുക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ. പിന്നെ നേരെ റോട്ടിലേക്ക് ഇറങ്ങിയപ്പോൾ നമ്മുടെ പുതുപ്പള്ളി കേശവനെ കൊണ്ടുവരുന്ന ഒരു രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര ആർപ്പ് വിളിയോടെ കൂടി ബൈക്കിന്മേൽ റാലി പോകുന്നു മോനെ പുതുപ്പള്ളി കേശവൻ ഭീമൻ. പുറകിൽ തോട്ടക്കാട് വിനായകനാന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ ഇവർ ഇങ്ങനെ റൗണ്ട് അടിച്ച് നമ്മളെ കൊടിക്കുന്ന് സെൻറ്ററിലോട്ടാണ് ഇവനെ കൊണ്ടുപോകണം കേട്ടോ, പുതുപ്പള്ളി കേശവനെ. തോട്ടക്കാട് വിനായകനെ കുറച്ചപ്പുറത്ത് ഇറക്കുന്നുണ്ട്, അവിടെ അവരുടെ ദേശം അവിടെയാണ്. ഈ ടയർ പഞ്ചറായിക്കാൻ എന്തോ സംഭവം ഉണ്ട് കേട്ടോ. ഭയങ്കര മണം വരുന്നുണ്ടായിരുന്നു, ടയർ പൊട്ടി എന്തോ സംഭവം. തോട്ടക്കാട് വിനായകനെ കൊടുന്ന വണ്ടി എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ ലിബർട്ടി ഉണ്ണിക്കുട്ടൻ വരുന്നുണ്ട് കേട്ടോ, പട്ടാമ്പിത്തെ ലിബർട്ടി ഉണ്ണിക്കുട്ടൻ. അവൻ്റെ വണ്ടിയാണ് തോന്നുന്നുണ്ട്, തന്നെ ആവും നോട്ടെ. അയ്യവ ലിബർട്ടി ഉണ്ണിക്കുട്ടൻ എൻ്റെ മോനെ പോകുന്നവൻ.
ഇത് തോട്ടക്കാട് വിനായകനെ ഇറക്കിയ ദേശമാണ് കേട്ടോ. ഇവിടെ ഇവരിങ്ങനെ ഒരു കൊട്ടൊക്കെ തുടങ്ങാനുള്ളൊരു പരിപാടിക്ക് പോവാണ്. ഇതെൻ്റെ ടയറിൻ്റെ ഉള്ളിൽ നിന്ന് നല്ല പുക വരുന്നുണ്ട്, ടയർ പണിയാക്കണം. അങ്ങനെ നമ്മൾ കൊടിക്കുന്ന് സെൻറ്ററിലെത്തി. അവിടെ നമ്മുടെ പുതുപ്പള്ളി കേശവനെ ലോറിയിൽ നിന്ന് ഇറക്കാൻ പോകുന്ന കാഴ്ചയാണ് കേട്ടോ ഇനി കാണാൻ പോകുന്നത്. അയ്യോ, ഭീമൻ നിൽക്കുന്ന നിൽപ്പ് കണ്ടോ, എന്താ സെറ്റില്ല. ആനയുടെ തലയെടുപ്പ് ഭയങ്കരമാണ് ഇവൻ തെച്ചിക്കോട്ടുകാവിനൊക്കെ അപ്പുറം വന്ന് നിൽക്കും. അമ്മാരി തലയെടുപ്പാണ് ഇവനക്ക്. ഇവിടെ പാമ്പാടി രാജനില്ല കേട്ടോ, അതൊരു കുറവായി തോന്നി എനിക്ക്. കാരണം അവനെ കിട്ടിയിട്ടുണ്ടാവില്ല, അവന് വേറെ പരിപാടി ഉണ്ട്. ഇത് പൈപ്പ് പൊട്ടിയിട്ട് വരുന്ന വെള്ളമൊന്നുമല്ല കേട്ടോ, ഇത് പുതുപ്പള്ളി കേശവൻ ലോറിയിലൊന്ന് മുള്ളിയതാണ്. കണ്ടോ എന്നാ ഒഴുക്ക്, മഴ പെയ്ത വെള്ളമെന്ന് വിചാരിക്കരുത്, പൈപ്പ് പൊട്ടിയൊന്നുമല്ല, പുതുപ്പള്ളി കേശവനോട് ലോറിയിൽ മുള്ളിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് കുറച്ച് ബക്കറ്റായിട്ട് ലോറിയിൽ വെള്ളം ഒഴിച്ച് ക്ലീൻ ആക്കുന്നുണ്ടോ ഡൗട്ടുണ്ട്. അങ്ങനെ ദാ ഭീമൻ കോളമുക്കിൻ്റെ മണ്ണിൽ കാലുകുത്തി ഭീമൻ പുതുപ്പള്ളി കേശവൻ. എൻ്റെ മോനെ എന്നെ തലയെടുപ്പ് നോക്കിക്കാൻ, അവൻ്റെ തല അതാണ് ഇവർ ഭംഗി. ആകെ ആ ഫ്രണ്ട് ഭാഗം കണ്ടില്ലേ നിങ്ങൾ. ഇവന് ഗുരുവായൂർ നന്ദൻ്റെ ഒപ്പം ഏകദേശം എത്തുന്നുണ്ടാവും, അഥവാ അതിൻ്റെ മുകളിൽ പോകും ഭാരത്തിൽ. ഏറ്റവും വെയിറ്റുള്ള ആനയിൽ, കാരണം ഇവൻ ഭയങ്കര അടിപൊളി ആനയാണ്. ഭീമനെ വിളിക്കുന്നതന്നെ കേട്ടില്ലേ നിങ്ങൾ. പിന്നെ ഇവിടെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഇവനോട് കൊണ്ടുപോകട്ടോ. പിന്നെ ഒരു തൊടിയിലെവിടെയെല്ലാം കൊണ്ടുപോയി കെട്ടിയതിന് ശേഷം പട്ടയും സംഭവങ്ങളൊക്കെ കഴിക്കാൻ കൊടുത്ത് അവനെ കുളിപ്പിക്കും തോന്നുന്നുണ്ട്. കുളിപ്പിച്ചിട്ട് തന്നെ ഇതിന് കയ്യിൽ വിളിക്കുള്ളൂ കേട്ടോ. എല്ലാ ഭാഗത്ത് പോയിട്ട് നമുക്ക് എടുക്കാൻ കഴിയില്ല, കാരണം ഇതെടുക്കണമെങ്കിൽ ഭയങ്കര റിസ്ക്കാണ്. കാരണം ഒന്ന് കുളമുക്കൊക്കെ വരണം, പിന്നെ ഒന്ന് പരുത്തൂർക്ക് പോകണം, പിന്നെ പല ദേശങ്ങളാണ്. അപ്പോൾ അവിടേക്കൊക്കെ റോട്ടിലാണ് ഇവന്മാരൊക്കെ കൊണ്ടുപോയി നിർത്തുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി അവിടെ ചടച്ച് വെയിൽ കൊണ്ട് ക്ഷീണിച്ച് ഒറ്റ വെയ്യാണ്ടായി കഴിച്ചു. ഇവിടെയും ബ്ലോക്കായിട്ടോ. ഇനി ഇവനെ കൊണ്ടുപോകണം, നമ്മുടെ ഒരു കമ്പനി കേട്ടോ, അതിൻ്റെ ഇടയിൽ ഒരു വ്ളോഗർ നിൽക്കുന്നുണ്ട്, എന്താ കുന്നംകുളത്തുള്ളതാണ്. ഇവനെ കൊണ്ടുപോകാൻ കേട്ടോ. ഇത് നമ്മളെ മീനാട് വിനായകൻ, ഇത് കൊടിക്കുന്ന് സെൻറ്ററിൽ ഇവനെ അവിടെ ഇറക്കാം കേട്ടോ. അപ്പോൾ ലോറിയിൽ നിന്ന് ഇറക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ പോകുന്നത്. നല്ല അടിപൊളി ആനയാണ് മീനാട് വിനായകൻ. ഇവനെ ഞാനൊരു ഷോർട്സൊക്കെ ഇട്ടായിരുന്നു, അതിന് അത്യാവശ്യം വ്യൂ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. പരമാവധി വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കട്ടോ. സുഹൃത്തുക്കളെ, കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ അടിപൊളി ഒരു വലിയ കാള അവിടെ നിൽക്കുന്നുണ്ട്. കുറച്ച് അപ്പുറത്ത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഉണ്ട് കേട്ടോ. ഈ വരുന്ന മംഗലാംകുന്ന് ശരണയ്യപ്പനാണ്. അങ്ങനെ ഇവിടെ പേര് കേട്ട ഒട്ടനവധി ആനകൾ ഇന്ന് വന്നിട്ടുണ്ട് ഈ പൂരത്തിന്. പാമ്പാടി രാജൻ ഒഴികെ. പിന്നെ ഗുരുവായൂർ നന്ദനം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവനെ എന്താ ക്യാൻസലായി. പിള്ളേർ സെറ്റ് അടിച്ച് പൊളിക്കണ്ട കേട്ടോ.
ഗുരുവായൂർ നന്ദനെ എന്തോ വയ്യായി അങ്ങനെ എന്തോ ഉണ്ടായിക്കോണം. അപ്പോൾ പിന്നെ ചിറക്കൽ കാളിദാസനാണ് അവൻ്റെ പകരം വന്നത് കേട്ടോ. അപ്പുറത്ത് തിരുവമ്പാടി ചന്ദ്രശേഖരൻ ഉണ്ട് കേട്ടോ. ഞാനതാണ് ഈ കെട്ടി ഉണ്ടാക്കി അടിപൊളി ഡെക്കറേറ്റ് ചെയ്ത് എൻ്റെ ഉള്ളിലൂടെ വരുമ്പോൾ നല്ല ചന്തണ്ട് കേട്ടോ. സൂപ്പറായിട്ടുണ്ട്. ഇനി ഇത് അവിടെ നിന്നാണ് നമ്മൾ തെച്ചിക്കോട്ടുകാർ രാമചന്ദ്രനെ നിർത്തിയിട്ടുള്ളത്. ആളുകൾ ഉണ്ടല്ലേ കണ്ടിട്ട് വരികയാണ്. ഇതാ നിൽക്കുന്നു മുതൽ നമ്മൾ രാമേട്ടൻ അവിടെ ഇരുന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ. ഇതിന് വാഴ വെട്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. ഈ ആനയ്ക്ക് പിന്നെ പ്രത്യേകിച്ച് സ്കോഡൊക്കെ ഉണ്ടാവും കേട്ടോ. അത് ആശാനോട് ഇരുന്ന് നല്ല ഉറക്കാണ്. എന്തായാലും ഇവന് നല്ല പേര് കേട്ട ആനയാണ് കേട്ടോ കേരളത്തിൽ. അപ്പം ഇവനെയും പുതുപ്പള്ളി കേശവനെയും നിർത്തി കഴിഞ്ഞാൽ പുതുപ്പള്ളി കേശവനാണ് ഒന്നുകൂടെ ഒരു തലയെടുപ്പൊക്കെ. പക്ഷെ ഇവനക്കാണ് ഇവന് ഭയങ്കര സെറ്റ് ആനയാണ്. ഇവന് പ്രായമായി വയ്യാതെ അയക്കണം ആനക്ക് കേട്ടോ. ഇവനെ ലേലത്തുക 13 ലക്ഷം വരെയാണ് ചാലശ്ശേരിയൊക്കെ വന്നത്. പിന്നെ ക്ഷേത്രത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു വഴിയിൽ ആനനെ കുളിപ്പിക്കുന്നുണ്ട് കേട്ടോ. അത് അവിടെ ചെന്ന് നോക്കുമ്പോൾ ഒല്ലൂർക്കര ജയറാമാണ്. ആനക്കൊരു ഡ്രമ്മിൽ വെള്ളം അടിച്ചു കൊടുക്കുന്നുണ്ട്. ആന അതിൽ നിന്ന് എടുത്തിട്ട് സ്വയം കുളിക്കുന്നുണ്ട്, കുടിക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഏതാ കുളി നോക്ക്. ഞാൻ കുറച്ച് മാറിക്കട്ടെ, എൻ്റെ മുഖത്തോട് തലയിൽ കൂടെ ഒക്കെ വരും വെള്ളം. ഈ കാർ ഇവിടെ ഒരു മറയായി പോയി. എന്ത് ചെയ്യാൻ എന്നാൽ കറക്റ്റ് കിട്ടിയെന്ന് ആന. കുറച്ച് അപ്പുറത്തോട്ട് മാറി നോക്കി നോക്കാം. അങ്ങനെ ആനെ കുളിപ്പിച്ച് ഇതോടെ കൊണ്ടുവരുന്നു ഒല്ലൂർക്കര ജയറാം. ഇവൻ അമ്പലത്തിൻ്റെ ആന തോന്നുന്നു. അമ്പലക്കാരല്ല, അമ്പലത്തിൻ്റെ ഫസ്റ്റ് തൊഴാൻ കൊണ്ടുപോകുന്ന ആനയാണ് ഇവൻ. നെറ്റിപ്പട്ടൊക്കെ കെട്ടി സെറ്റാക്കിയിട്ടുണ്ട് ആളെ. പിന്നെ അതാ കുറച്ച് ഇപ്പുറത്ത് കണ്ട പുതുപ്പള്ളി കേശവൻ്റെ മുന്നിൽ കുറേ ആളുകൾ, കമ്മിറ്റിക്കാരെ ആളുകളൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ. ഇവനെ വെള്ളം കുടിക്കാൻ കൊണ്ടുപോവാണ്. കണ്ടില്ലേ ഇവൻ്റെ തലയെടുപ്പ് കണ്ടില്ലേ, നിങ്ങൾ എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. ആ പെൺകുട്ടിയൊക്കെ ഒന്ന് തൊടട്ടെ, ഒന്ന് അടുത്തുനിന്ന് ഫോട്ടോ എടുക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ വെള്ളം കുടിക്കാൻ കൊണ്ടുവന്ന വീടാണ്, ഒരു കമ്മിറ്റിക്കാരൻ്റെ വീടാണ്. നമ്മൾ ആശാൻ്റെ പേര് ഞാൻ പറഞ്ഞു. ഇയാളെ ഈ പുതുപ്പള്ളി കേശവൻ്റെ പാപ്പാൻ്റെ പേരൊന്നും ചോദിച്ച് പരിചയപ്പെട്ടില്ല. എനിക്ക് അടുത്തൊക്കെ നിന്നൊന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. അതിന് നമ്മൾ അറിയുന്ന ആരുമില്ല ഇവിടെ. പിന്നെ ഈ വീട്ടിലത്തെ ഓരോരുത്തർ അതിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ആനയുടെ കൂളിയുള്ളൊരു മുതലാണ്. ഇയാളെ താടിയൊരു മുതലാട്ടോ സംഭവം ഇருக்கு. അയ്യോ ഏതാ കൂളി നോക്കണം. ആശാനെ ഇങ്ങനെ പൈപ്പ് പിടിച്ചെടുത്ത് കേട്ടോ. മോട്ടറോടെ ഓണാക്കിക്കാണ് പൈപ്പ് ഇങ്ങനെ പിടിച്ചെടുത്ത് കുളിപ്പിക്കുന്നുണ്ട്. സംഭവം ഇപ്പം എനിക്ക് പാമ്പാടി രാജ്യം കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടമുള്ളത് ഈ മുതലിനെ കേട്ടോ, പുതുപ്പള്ളി കേശവൻ. കാരണം ഒരു ഒന്നൊന്നര ആനയാണ്. അവനതൊക്കെ കഴിഞ്ഞത് അങ്ങോട്ട് കൊണ്ടുവന്നു. ഇത് മച്ചാട് ജയറാമാട്ടോ. ഇവനും അത്യാവശ്യം വെയിറ്റും തടിയും ഇതൊക്കെ ഉള്ള ഒരു ആന തന്നെയാണ് മച്ചാട് ജയറാം. അതിൻ്റെ മുന്നിലാണ് പുതുപ്പള്ളി കേശവൻ നിൽക്കുന്നത് കേട്ടോ. ഇതാ കേശവനോട് നെറ്റിപ്പട്ടൊക്കെ ചാർത്തി സെറ്റാക്കുന്നുണ്ട്. അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാൻ വൈകുന്നേരത്തെ പരിപാടി എടുത്തിട്ടില്ല, അങ്ങനെ ഓരോരുത്തർ വരുന്നുള്ളൂ. ഭയങ്കര ചൂടുണ്ടായിരുന്നു. പിന്നെ എനിക്കല്ല, നോമ്പ് തുറക്കുന്നതിന് മുമ്പ് വീട്ടിലെത്തണം. അപ്പോൾ വീഡിയോ ഫസ്റ്റ് കാണുന്നവർ, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഓക്കെ.
എല്ലാവരും നമ്മളൊന്ന് പരമാവധി സപ്പോർട്ട് ചെയ്യട്ടോ. നമുക്ക് ഇതിൽ നിന്ന് റവന്യൂ കാര്യങ്ങളൊന്നും ആയിട്ടില്ല. നിങ്ങളുടെ ഒരു ദയ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ഈ പൂരത്തിനും നേർച്ചക്കൊക്കെ വരാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇതൊക്കെ. ഇതൊരുപാട് റിസ്ക് എടുത്ത് ചെയ്യുന്ന വീഡിയോ കേട്ടോ. കാരണം ഫുള്ള് വെയിൽ കൊണ്ട് നടന്ന് ചെയ്യണം. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.